വനം വകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വിവിധ മേഖലകളിൽ നിന്ന് ഉയർന്നു വരുന്നത്. ഇടുക്കിയുടെ സമഗ്രമായ വികസനത്തിന് വനം വകുപ്പ് തടസ്സം നിൽക്കുക മാത്രമല്ല, വനവ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനും ഇടുക്കിയെ ആകെ ബാധിക്കുന്ന തരത്തിൽ കോടതി വ്യവഹാരങ്ങളിലേക്കും എത്തിക്കുകയാണ്. വനം വകുപ്പ് സമാന്തര സർക്കാരായി ഇടുക്കിയിൽ മാറുന്നുവെന്ന ആരോപണമാണ് ഉയരുന്നത്. വനം വകുപ്പിനെതിരെ ഉയർന്ന ഏറ്റവും ഒടുവിലത്തെ പ്രതിഷേധമാണ് ദേശീയപാതയുമായി ബന്ധപ്പെട്ടത്. 1934 തിരുവിതാംകൂർ മഹാറാണി സേതു ലക്ഷ്മിഭായി ഇപ്പോഴത്തെ ദേശീയപാത നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തിയത്. 1932 100 അടി വീതിയിലുള്ള റോഡ് മലയാറ്റൂർ റിസർവിൽ നിന്ന് മാറ്റി നിർത്തി ഉത്തരവിറക്കി. ഇതിന്റെയും ചരിത്രരേഖകൾ ഇപ്പോഴുമുണ്ട്. എന്നാൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ കോടതിയിലേക്കെത്തി. ഹർജിക്കാരൻ വനമെന്ന വാദമുന്നയിച്ച റവന്യൂ, വനം, PWD എന്നീ വകുപ്പുകളെ പ്രതിസ്ഥാനത്ത് നിർത്തി കോടതിയിലെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി കോടതിയിൽ അഫിഡവിറ്റ് നൽകി. ഇതാകട്ടെ ഹർജിക്കാരന് അനുകൂലമായ കോടതി ഉത്തരവിനും വഴിയൊരുക്കി. ഇതുമാത്രമല്ല, മാങ്കുളം ജനതയെ കുടിയൊഴിപ്പിക്കുവാനുള്ള നീക്കം. മാങ്കുളത്തു മാത്രമല്ല, ചിന്നക്കനാലിലും സമാനമായ രീതിയിൽ വനംവകുപ്പ് ഇടപെടൽ നടത്തുന്നു. ടൂറിസം വികസനങ്ങൾക്കും വനംവകുപ്പ് തടസ്സം നിൽക്കുകയാണ്. മൂന്നാറിലേക്ക് ആരംഭിക്കാനിരുന്ന ഹെലികോപ്റ്റർ സർവീസ്, സീപ്ലെയിൻ പദ്ധതി, ആനയിറങ്കൽ ടൂറിസം പദ്ധതി, ഇടുക്കി മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ വനംവകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളെല്ലാം ഇടുക്കിക്ക് തിരിച്ചടിയായി മാറി. ദേശീയപാത വിഷയവും CHR വിഷയവും കോടതി വ്യവഹാരങ്ങളിലേക്ക് എത്തിച്ചതും വനംവകുപ്പിന്റെയും ചില പരിസ്ഥിതി സംഘടനകളുടെയും കൂട്ടുകെട്ടിന്റെ ഫലമാണ്. ജനങ്ങൾക്ക് ദോഷകരമായി നിന്ന് പ്രവർത്തിക്കുകയും മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ഒരു ഇടപെടൽ നടത്താതിരിക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ ഇടുക്കിയെ പൂർണ്ണമായി കുടിയൊഴിപ്പിക്കുക എന്ന ലക്ഷ്യമാണെന്ന ആരോപണവും കാലങ്ങളായി നിലനിൽക്കുന്നു. സിറ്റി വിഷൻ, രാജാക്കാട്.